ഹലോ, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? കുറച്ചധികം നാളുകളായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. എന്തെങ്കിലും നല്ല കോണ്ടൻ്റൊക്കെ വേണ്ട. എപ്പോഴും ചുമ്മാ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതല്ല നല്ലത്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആപ്പിളിലോട്ടൊക്കെ കയറിയത്. ബട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതല്ല, നമ്മൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10-12 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആകെ ടയേർഡാവും. രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഓടിപ്പെടാ എന്നുള്ള പരിപാടികളാണ്. ഒരു ചായ ഇടാൻ പോലും സമയം കിട്ടത്തില്ല. ബട്ട് സ്റ്റിൽ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ എന്തിനാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഒരു മോട്ടിവേഷന് പുറത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അതുമാത്രമല്ല, 2025 തീരാൻ ഇനി വെറും 1 മാസം മാത്രം. ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്, നവംബർ. നെക്സ്റ്റ് മന്തിൻ്റെ പിറന്നാളാണ്. എന്താണല്ലോ ഓരോ വർഷം പോകുന്നത് വളരെ പെട്ടെന്നാണ്. ഇതിൻ്റെ ലാസ്റ്റ് കോൺട്രാക്റ്റാണ് സൗദിയിൽ. നെക്സ്റ്റ് ഫെബ്രുവരി 22-ന് എൻ്റെ ഇവിടുത്തെ ലാസ്റ്റ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് ഞാൻ വേറൊരിടത്തോട്ട് പോവാം. I'll tell you later, okay? And how are you? എപ്പോഴും ചോദിക്കാൻ മറന്നുമില്ല. എന്തൊക്കെയുണ്ട്? How are you? I hope you guys are doing well. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അടുത്ത കൊല്ലത്തിലോട്ട് നമ്മൾ കയറാൻ പോവുക. I don't know how this year going to complete. Oh my god. എനിക്ക് 1 വയസ്സൂടെ കൂടുക. Yeah, I'm happy with everything. My earnings, my wealth and my health, my parents, my friends, എല്ലാവരെയും കൊണ്ടൊരു ഹാപ്പിനെസ് മാത്രമേ ഈ വർഷം ഉണ്ടായിട്ടുള്ളൂ. റിയലി ഹാപ്പി. ഒരുപാട് സങ്കടപ്പെടാനൊന്നും നടന്നിട്ടില്ല ജീവിതത്തിൽ. അഫ്കോഴ്സ് ചെറിയൊരു സങ്കടങ്ങളുണ്ടായിരുന്നു. ദറ്റ് ഈസ് വെരി നോർമൽ ഇൻ ഹ്യൂമൻസ് ലൈഫ്. ബട്ട് അതർവൈസ് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരുപാട് ഓക്കെ ആയ വർഷമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ച വർഷമാണ്. ആൻഡ് യെസ്, നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ അതോ ഇവിടെ കൊണ്ട് തീർക്കണോ എന്നറിയത്തില്ല. എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ മാസം വെക്കേഷന് പോയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ കഴിഞ്ഞ വർഷം വെക്കേഷന് പോയെന്നുള്ള കാര്യം. അപ്പം കുറച്ചധികം ആൾക്കാർ പറഞ്ഞു, അധികം എന്നല്ല, ഓൾമോസ്റ്റ് കണ്ടവരെല്ലാം പറഞ്ഞ് ഇനിയൊരു കല്യാണമൊക്കെ കഴിക്കണം, ഇത്രയൊക്കെ പ്രായമായില്ലേ എന്നൊക്കെ. ഓക്കെ, ഐ എം റെഡി ടു ഗെറ്റ് മാരി. ഐ എം മെൻ്റലി ഐ എം ഗെറ്റിംഗ് റെഡി. ഡു നോട്ട് ഗെറ്റ് മാരി ജസ്റ്റ് ലൈക്ക് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട്. പിന്നെ ജീവിക്കേണ്ടത് നമ്മളാണ്. ഞാനൊരു വീഡിയോ കണ്ട്, ഇത് ആരും വീഡിയോ കണ്ടുള്ള ഇൻസ്പിറേഷൻ അല്ല, ഇതെൻ്റെ ചെറുപ്പത്തിലെ ഒരു തോട്ടാണ്. പക്ഷെ ഒരു വീഡിയോ കണ്ടത് ഇങ്ങനെയാണ്. ഹനാൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേരെന്ന് തോന്നുന്നു. നമ്മൾ കല്യാണം കഴിക്കാൻ പറയാനും കല്യാണം തലേന്ന് കൂടാനും സംസാരിക്കാനും പാട്ട് പാടാനും എൻജോയ് ചെയ്യാനും തകർക്കാനും ഒരുപാട് പേര് കാണും നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ തൊട്ടടുത്ത ദിവസം മുതൽ, കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽ നമ്മുടെ പാർട്ട്ണർ മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ, കടം മേടിച്ചാണ് അല്ലെങ്കിൽ ലോൺ എടുത്തൊക്കെയാണ് നമ്മൾ കല്യാണം അടിച്ചു പൊളിച്ച് നടത്തുന്നുണ്ടെങ്കിൽ, വെരി നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മളത് അടയ്ക്കാൻ വേണ്ടി, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടേണ്ടി വരും. അപ്പം വേറെ ആരും കാണത്തില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ പാർട്ട്ണർ മാത്രമേ കാണത്തുള്ളൂ. സോ ഫിനാൻഷ്യലി അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള അല്ലെങ്കിൽ ഒരു നമ്മൾ സ്വന്തമായിട്ട് ഒരു താലി മേടിക്കാനുള്ള ഒരു ഹെൽപ്പെങ്കിലും ഇല്ലാതെ കല്യാണം കഴിക്കാൻ പോകരുത്. കല്യാണം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല ജീവിതത്തിൽ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെള്ളം മേടിച്ച് കുടിക്കാൻ അടുത്തൊരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോലിയില്ലേ, ഓക്കെ, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു കല്യാണം കഴിക്കാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ കഴിക്കാം. ഒരു പൈസയും കയ്യിലില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നല്ല പറയുന്നത്. I have lot of money, I have lot of wealth and health and everything, but my focus is something else. So I have to reach that point, then only I'll get married. And
യെസ്, വെരി സൂൺ 2026 ഞാൻ വേണ്ട ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇത് നെഗറ്റീവായിട്ട് പോസ്റ്റ് ചെയ്യുന്നതല്ല, എൻ്റെ അമ്മൂമ്മയും അച്ഛനും അമ്മയൊക്കെ ജനിച്ച് വളർന്ന കാലഘട്ടമൊക്കെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അവരങ്ങനെ, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റി. അവരെന്നെ സ്ട്രോങ് ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്ത് മാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനൊരു പോയിന്റിൽ കുറേ വർഷങ്ങളായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്നോട്. പറഞ്ഞ് നീട്ടി കൊണ്ടുവന്നു. പക്ഷേ ഒരു ദിവസം ഞാനത് ബ്ലാസ്റ്റ് ആക്കി. ഐ മീൻ ബ്ലാസ്റ്റ് ഇൻ ദ സെൻസ് ഞാൻ ചൂടായെന്നുള്ളതല്ല, ഞാൻ അവരുടെ ഒരു 3 കൊല്ലം ഞാൻ അവിടെ ആവശ്യപ്പെട്ടു. എനിക്കൊരു 3 കൊല്ലം കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ദെൻ ഐ വിൽ ഗെറ്റ് മാരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരത് കൺവിൻസ് ആയി, എൻ്റെ പോയിന്റ്സിൽ അവർ കൺവിൻസ് ആയി. മമ്മി അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. മമ്മിക്ക് അറിയാം ഞാൻ എന്താണ് ചിന്തിക്കുന്ന രീതിയും ഞാൻ എന്താണെന്നുള്ളത് മമ്മിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ലൈക്ക് പേരൻസിൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ അയൽക്കാർ ഒക്കെ ചോദിക്കുന്നത് കൂടുതലും മമ്മിയോട് ചോദിച്ചാൽ മമ്മി ഓട്ടമില്ലെന്ന് പറഞ്ഞ് വിട്ടുകൾ. പക്ഷെ എൻ്റെ ചാച്ചനങ്ങനെ, ചാച്ചന് ഗെറ്റ് ഹേർട്ട് വെരി ഈസിലി. അപ്പം ആ ഒരു പ്രശ്നം ചാച്ചനുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനൊരു പോയിന്റിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാച്ചന് ഭയങ്കര ഈസിലി എന്നെ മനസ്സിലാക്കാൻ പറ്റി. കാര്യം പറയട്ടെ, ഞാനെന്തെങ്കിലും പറഞ്ഞ ചാച്ചൻ ഓക്കെ എന്നുള്ള രീതിയിൽ അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്രമിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. എനിക്കൊരു 3 കൊല്ലം കൂടെ നീട്ടി കിട്ടി. മേ ബി ചിലപ്പോൾ അതിന് പെട്ടെന്നൊക്കെ കാണും. അത്രയും ദൂരമൊന്നും പോകേണ്ടി വരത്തില്ല എനിക്ക് എൻ്റെ ഗോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യൂണിവേഴ്സ് എല്ലാം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഐ മീൻ എല്ലാ കാര്യങ്ങളും വളരെ അടുപ്പിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഐ going to leave from this place. I love this place first of all. Saudi is one of the most സിഗ്നിഫിക്കൻറ്റ് ഒരു പ്ലേസാണ് എൻ്റെ ജീവിതത്തിൽ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്ലേസാണ്. ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഞാൻ പോയാലും ഒരു ദിവസം ഞാനിവിടെ വന്നിട്ടും കറങ്ങാനോ ഒന്നും പോയിട്ടില്ല. ഞാനിവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളൊരു ഒറ്റ ചിന്തയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ കറങ്ങാൻ വേണ്ടി തന്നെ ഒരു ദിവസം ഇവിടെ വരും. ഫുള്ള് സൗദി മൊത്തം കറങ്ങാനും സൗദിയിലുള്ള കാര്യങ്ങളെല്ലാം കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചധികം ദിവസം ഇവിടെ വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് മുമ്പോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാം. പറഞ്ഞിട്ടെന്നായിരുന്നു വെച്ചാൽ നമ്മുടെ പ്രായമുള്ള ആൾക്കാർ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെയൊക്കെ പറയുമ്പോൾ അവരുടെ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അവരൊരു ജീവിച്ചു വളർന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അവരത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സോറി കേട്ടോ, തണുപ്പായതുകൊണ്ട് ഞാൻ വെള്ളം വരുന്ന മുമ്പിൽ കൂടെ. വിൻ്റർ സീസണാണ് സൗദിയിൽ. അപ്പം അങ്ങനെ ഞാനൊരു അമ്മൂമ്മയെ കാണാൻ പോയപ്പോൾ വല്യമ്മയെ കാണുമ്പോൾ വല്യമ്മ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തേക്കട്ടെ. ജസ്റ്റ് അത് കണ്ടു നോക്കിയിട്ട് കണ്ടാൽ മതി. ജസ്റ്റ് എനിക്ക് സ്നേഹം കൊണ്ട് ഞാൻ അത് ഷൂട്ട് ചെയ്താൽ അത് കാണിച്ചു തരാം. അപ്പം അത് കണ്ടിട്ടോ. എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. എന്ത് പറഞ്ഞേ? ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറ. ഇപ്പൊ കെട്ടണോ? അത് പറ റെക്കോർഡ് ചെയ്യട്ടെ. ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറ, ഞാൻ റെക്കോർഡ് ചെയ്യുക. കല്യാണം കഴിക്കണം. ഇനി 2 കൊല്ലം കഴിഞ്ഞേ ഉള്ളു. ഇനി 2 കൊല്ലം കഴിഞ്ഞേ ഉള്ളു ഇനി വെക്കേഷൻ. 2 വർഷമോ? എന്തോ ഇനിയിപ്പം അത് കഴിഞ്ഞോളൂ. എന്നാലും എന്നെ മറന്നല്ലോ. ഒരു പോലെ എനിക്ക് കാണണം, കണ്ടു കഴിഞ്ഞ് വേണം മരിക്കേണ്ടത്. അപ്പൊ പിന്നെ കൊറേ നാള് ജീവിക്കാം മണിയമ്മയ്ക്ക്. കേട്ടോ എല്ലാം സെറ്റാക്കാം. പെണ്ണില്ലല്ലോ ഇനി. പെണ്ണിനിപ്പോ എവിടെ പോവും? പെണ്ണു വല്ലതും ഉണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? പെണ്ണ സെറ്റ് ചെയ്തിട്ട് പറ, നമുക്ക് നോക്കാം. സെറ്റ് ചെയ്തിട്ട് പറ പെണ്ണിനെ നമുക്ക് നോക്കാമെന്ന്. എവിടെയെങ്കിലും ഉണ്ടോ പെണ്ണുങ്ങള്? അതാണ്. പക്ഷെ ഭയങ്കര ഹാപ്പിലി ഞാൻ എടുത്തു കേട്ടോ. ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തു. അവരുടെ സ്നേഹം നമുക്ക് ഒരുപാട് കിട്ടണം. അങ്ങനെ കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇതായി പോവും. ആരും ഇല്ലല്ലോ നമ്മളോടൊന്നും പറയാൻ. ഒരു മൊമെന്റിൽ നമുക്കത് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആലോചന വരും അതിനെപ്പറ്റിയൊക്കെ. അങ്ങനെ ചോദിക്കാനും പറയുന്ന ആൾക്കാരുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ വേറൊരു പോയിൻ്റാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ വാക്കുകളെ പെട്ടെന്ന് അങ്ങോട്ട് മാനിക്കാൻ പറ്റാത്തത്. ബട്ട് സ്റ്റിൽ യെസ്, one day definitely I'm gonna marry.
നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം. പക്ഷേ പെട്ടെന്ന് വേണം. ഒരു ജീവിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് എല്ലാം കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ഒന്നും കല്യാണം കഴിക്കാൻ പാടില്ല ഒരിക്കലും. ദാറ്റ് ഈസ് നോട്ട് ലൈഫ്. അതൊക്കെ ഒരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡിവിജ്വലാണ്. നിങ്ങൾ ഇൻഡിവിജ്വലി ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്കൊരു തുണ വേണ്ടത് എപ്പോഴാണോ അപ്പം മതി. ഓക്കെ, അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല പെട്ടെന്ന് കയറി ഡോണ്ട് ഗെറ്റ് മാരി ആരെങ്കിലും വാക്കിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സ്പെഷ്യലി പെൺപിള്ളേർ. ഏറ്റവും ഒരു ഉദാഹരണമാണ് എൻ്റെ പെങ്ങളോട് അതൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പഠിച്ചില്ല പറയാം. വളരെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുന്നവർ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഭയങ്കര ചെറുപ്പത്തെ കല്യാണം കഴിച്ച് വിടുന്ന ഒരു ശീലമുണ്ട്. പെൺപിള്ളേർ ആരുടെ വാക്കുകളൊന്നും എതിർക്കാനൊന്നും പോകത്തില്ല. ദാറ്റ് ഈസ് വെരി നോർമൽ ഇൻ അവർ പ്ലേസ്, ഇൻ അവർ ലൈക്ക് ഇൻഹെറിറ്റൻസ്, നമ്മുടെ ഒരു ഫാമിലിയുടെ കാര്യത്തിൽ. പക്ഷെ എൻ്റെ പെങ്ങള് അവൾ ജോലി ചെയ്ത് അവൾ സമ്പാദിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങി. അവളുടെ കല്യാണത്തിന് അവൾ ഏകദേശം ഒരു അവൾ തന്നെ കുറച്ചധികം ലക്ഷങ്ങൾ അവൾ ചിലവാക്കിയിട്ടുണ്ട് അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അത്രയും സ്മാർട്ട് എൻ്റെ പെങ്ങൾ. എല്ലാം ഒന്നല്ല പറയുന്നത്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അവൾ നമുക്ക് വേണ്ടി കല്യാണം വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആണ് അവൾ. അപ്പം അങ്ങനെ ആയിരിക്കണം. നമുക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 10 രൂപ വേണം, എന്നിട്ട് മതി കല്യാണമൊക്കെ. മനസ്സിലായോ? അല്ല അച്ഛൻ തരും, ഈ അവിടെ നിന്ന് കടം മേടിക്കുക, അവിടെ നിന്ന് കിട്ടുമല്ലോ, ഇവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞൊന്നും യു ഡോണ്ട് ഗെറ്റ് മാരി പടി. നോ, ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് തിങ്. എന്തായാലും ഇപ്പോൾ സംസാരിക്കാമെന്ന് വെച്ചാൽ എൻ്റെ 2-3 ദിവസം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടക്കുക. ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇഫ് യു ഗെറ്റ് മാരി, ഇതൊക്കെ ലക്കാണ്. ആരെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ റൈറ്റ് പേഴ്സണെ കിട്ടുക നോക്കുക ലക്കാണ്. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ് റിലേഷൻഷിപ്പ്, ടോക്ക് വിത്ത് എ പാർട്ട്ണർ. Talk to the partner very deeply, and the partner is not ready to continue the life with you, or നിങ്ങളും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ്. ദർ ഈസ് എ ഓപ്ഷൻ, ഡിവോഴ്സ് ചെയ്ത് അവൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ട് ജീവിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഡിവോഴ്സ് തൊട്ടതും പിടിച്ചതൊക്കെ ഡിവോഴ്സ് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല, യു ആർ നോട്ട് കംഫർട്ടബിൾ. നമുക്ക് ചുഴിഞ്ഞു പോയി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഡിവോഴ്സ് ആകുക. പെണ്ണുങ്ങൾ അടി കൊണ്ടും പല കാര്യങ്ങളും പ്രശ്നങ്ങളായിട്ട് വീട് കിടക്കേണ്ട ആവശ്യമില്ല. ആണുങ്ങൾ ഇങ്ങനെ പെൺപിള്ളേരുമായിട്ട് കെട്ടിയ പെണ്ണുമായിട്ട് അത്രയും നല്ലൊരു കണക്ഷൻ ഇല്ലെന്നുണ്ട്. കണക്ഷൻ ഇല്ലെന്നതിൻ്റെ പല റീസൺസ് വരും, ഡീപ്പ് റീസൺസ് ഞാൻ പറയേണ്ട ആവശ്യങ്ങളില്ല, അത് മനസ്സിലാവുമല്ലോ നിങ്ങൾക്കൊക്കെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് ചെയ്തങ്ങ് നിങ്ങളുടെ ജീവിതത്തിലായിട്ട് അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എത്ര എന്തൊക്കെ ചെയ്ത് പറഞ്ഞിട്ടും സോറി പറഞ്ഞ് വീട്ടുകാർ സംസാരിച്ച് പോലീസുകാരൊക്കെ വന്നിട്ട് സംസാരിച്ച് പിന്നെയും നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാട് അല്ലെങ്കിൽ അത് എല്ലാ കാലവും അവിടെ ഉണ്ട്. അത് മറക്കാൻ പറ്റുക എന്നുള്ളത് മറക്കാൻ പറ്റുക എന്നുള്ള വലിയ കാര്യമാണ്. അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു 90% ആൾക്കാർക്കും പറ്റാറില്ല. ലൈഫ് ലോങ് അത് വെച്ച് തന്നെ പിന്നെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇവിടെ ഭയങ്കര വിൻ്ററാണ്. എനിക്ക് മൂക്കിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന രാത്രി എനിക്ക് മൂക്കെല്ലാം അടഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രാത്രി 2 മണിക്ക് എണ്ണീറ്റ് തലയെല്ലാം വെച്ച് ബെഡ്ഷീറ്റെല്ലാം വെച്ച് പൊതിഞ്ഞിട്ടൊക്കെ എനിക്ക് അപ്പോഴും എൻ്റെ മൂക്കൊക്കെ ഒന്ന് ഓപ്പൺ ആയത്. അല്ലെങ്കിൽ തന്നെ എനിക്ക് മൂക്കിൽ ചെറിയൊരു വളവുണ്ട്. അതിന് ഭയങ്കര അൺകംഫർട്ടബിളാണ്. ഓക്കെ, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അപ്പം ഗൈസ്, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് അറിയത്തില്ല. 2025 ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ ഞാൻ കല്യാണത്തിനൊന്നും എതിരല്ല. പക്ഷെ റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സൺ, ഇതെല്ലാം ഭയങ്കര ഫോർച്ചുനേറ്റാണ്. നിങ്ങൾക്ക് അല്ല വെയിറ്റ് ചെയ്താൽ കിട്ടുമടേ. പേഷ്യൻസ് എന്ന് പറയുന്നത് 99% പേഷ്യൻസ് കൊണ്ട് കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. സമാധാനമായിട്ടിരിക്കുക. എല്ലാത്തിനും ഒരു സമയമുണ്ട്. പക്ഷെ അതിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ള സമയമുണ്ടെന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ആരും നിങ്ങളുടെ കയ്യിലൊന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. എൻ്റെ ജീവിതം പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ. ഞാൻ പണ്ട് 13 മിനിറ്റ്
ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയത്ത്, പഠിക്കാൻ പോകുന്ന വെച്ചാൽ +2 വരെ പഠിച്ചു കേട്ടോ. കടയിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു കൊല്ലം ജോലി ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വേണം അവിടെ ജോലി ചെയ്യായിരുന്നു വർഷങ്ങളോളം. പക്ഷേ എനിക്കൊരു മൊമെൻറ്റിൽ എനിക്ക് തോന്നി എനിക്ക് പറ്റത്തില്ല, എനിക്കിതൊന്നും അല്ല ആവശ്യം. ആ സമയത്തൊന്നും എനിക്ക് ആ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീട് പട്ടിണിയാവും, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ബട്ട് എന്തോ ഭാഗ്യവശാൽ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഐ don't want to say that in the morning because I'll get emotional, so I don't want that. അത് ഞാൻ പഠിച്ചു, ജോലി ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം അന്നെടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കുന്നത് സൗദി അറേബ്യയിൽ. ഇനിയും ഞാൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവായിട്ട് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഒരുപാട് സന്തോഷം കേട്ടോ, ലൈവിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ എവ്രിതിങ്. I'm just taking complete responsibility of my life. I'm accounting all the problems, all the good things and bad things happen in my life. What are the things is going to happen in my life? Everything. I'm just completely taking all the responsibility of my life because I'm alone. This is my life. I have to take care of my life. I have to take care of myself. That is what that is what called human. എല്ലാ ഇമോഷൻസിനും എല്ലാ കാര്യങ്ങളിലും അക്സെപ്റ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും ഹ്യൂമൻസിന് കഴിവുണ്ട്. ഓക്കെ, സോ ഗൈസ് ബൈ. ഇതെന്തായാലും എപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ വെരി ഹാപ്പി ടു സേ ദാറ്റ് അഡ്വാൻസ്ഡ് ന്യൂ ഇയർ വിഷസ്, ക്രിസ്മസ് വിഷസ്. നീ ക്രിസ്മസ് വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. നാട്ടിൽ പോയപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു, എങ്ങനെയും സ്റ്റാറൊക്കെ ഇട്ട്, പക്ഷെ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഫൈൻ. ദിസ് ഈസ് ലൈഫ്, നോ. അടുത്ത മാസം പിറന്നാളാണ്. ഒരു ഫാൻസി നമ്പറിലോട്ട് ഞാൻ കയറാൻ പോവാം. ഓക്കെ ഫൈൻ. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നില്ല വീഡിയോ, ബട്ട് സ്റ്റിൽ യെസ് ഐ തോട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, പോസ്റ്റ് ചെയ്യുക. രാവിലെ ഒരു ഇത് കോഫിയല്ല ആക്ച്വലി, ഇന്നലെ ഞാൻ ഓഫായിരുന്നു. കോഫി അല്ല നോർമലി കുടിക്കാറുള്ളത്, ബട്ട് ഇന്നലെ ഞാൻ ഓഫായതുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഓഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ എണീക്കാമെന്ന്. പക്ഷേ അങ്ങനല്ല കേട്ടോ. ഞാൻ ഓഫായി കഴിഞ്ഞാൽ ഓഫുള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. എനിക്ക് എൻ്റെ ബോഡി എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് വെക്കണം ജോലിയിലെന്നുള്ള ആയിരിക്കണം. മേ ബി എൻ്റെ ബോഡി അതങ്ങ് ഒരു ഹാബിറ്റൽ ആക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞു. എവ്രിഡേ നീ ജോലി ഇടണമെന്നുള്ളൊരു ഹാബിറ്റൽ ആക്ഷനായി എൻ്റെ ബോഡിക്ക്. സോ ഒരു ദിവസം ഓഫ് എടുത്തു കഴിഞ്ഞാൽ ബോഡി കംപ്ലീറ്റ്ലി ഡൗൺ ആവും. പിന്നെ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് ഇന്നലെ നീ ഓഫ് എടുത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമൊക്കെ ബോഡി കാണിക്കും, ഒരു മൂഡ് ഓഫ് കാണിക്കും. അതുകൊണ്ട് മൂഡൊന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഫി ഇട്ട് കുടിച്ച്. നോർമലി ഞാനൊരു ഡിറ്റോക്സ് ഡ്രിങ്കാണ് ഡെയിലി കുടിക്കുന്നത് രാവിലെ. ആൻഡ് അതുമല്ല രാത്രി എനിക്ക് തൊണ്ടയ്ക്ക് വേനൊക്കെ ഉണ്ടായിരുന്നു, മൂക്കൊക്കെ അടഞ്ഞ്. പിന്നെ വിചാരിച്ച് കോഫി കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ കുടിച്ചതാണ്. അപ്പം ഗൈസ് ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് അങ്ങനെയാണ്. എനിക്കറിയാം നിങ്ങൾ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നാട്ടുകാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ജോലിയില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ, കുഞ്ഞുങ്ങളില്ലേ, അതില്ലേ, ഇതില്ലേ, മറ്റേതില്ലേ. അത് എല്ലാവരും അങ്ങനെയാണ് മനുഷ്യർ ചോദിക്കുക. എനിക്ക് അങ്ങനെ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ മനസ്സിൽ. പക്ഷേ ഞാൻ ഇൻറ്റൻഷനലി ഞാൻ വിചാരിക്കും ചോദിക്കരുത്. ഞാൻ പല കാര്യങ്ങളിലും ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇത് ചോദിക്കുക, അല്ല അവരെ കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയും പ്രിയനെ ചിന്തിക്കുക, അവനത് ഹേർട്ടാവും അല്ലെങ്കിൽ അവൾക്കത് ഹേർട്ടാവും. ഞാൻ ചിന്തിക്കും അത് മേ ബി അവനത് ഹേർട്ടാവാൻ പോണില്ല. അത് കളിയാക്കാൻ വേണ്ടി കളിയാക്കി ചോദിക്കുന്ന. അതേസമയം ബാക്കിയുള്ള അതേ ക്വസ്റ്റ്യങ്ങൾ തിരിച്ച് വേറെ ആരെങ്കിലും ചോദിക്കാറുള്ളൂ. പക്ഷെ അതങ്ങ് വിഴുങ്ങും. എനിക്കത് വേണ്ട, കാരണം എനിക്കത് ഇഷ്ടമല്ല ആരെങ്കിലും എന്നോട് പറയുന്നത്. എനിക്കത് ഹേർട്ടാൻ പെട്ടെന്ന്. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് പെട്ടെന്ന് ഹേർട്ടാൻ. ഇപ്പം ഞാനത് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും, അതിനെ തിരിച്ച് കളിയാക്കാൻ നോക്കും. പക്ഷെ ഞാനായിട്ടൊരു തുടക്കം ഇട്ട് കൊടുക്കത്തില്ല കളിയാക്കുന്നതിനകത്ത്. ഓക്കെ, അതൊക്കെ ഒരു ബാഡ് ബിഹേവിയർ ആണ് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ക്ലോസസ്റ്റ് ടു സമ്മൺ യു ക്യാൻ ഡു ഇറ്റ്, നോ വരീസ്. ഇപ്പം ഞാനെൻ്റെ പെങ്ങളോടും ഒക്കെ ഞാൻ കളിയാക്കാറുണ്ട്. ചാച്ചനൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കളിയാക്കാൻ. മമ്മിയെ പിന്നെ കളിയാക്കാനൊന്നും കിട്ടാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. പിന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് പെങ്ങളെയാണ്.
അപ്പോൾ ഞങ്ങൾ ആ ഒരു വൈബ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് ആ ഒരു രീതിയിൽ അങ്ങ് എടുക്കും. മനസ്സിലായി? അങ്ങനെ ഒരു വൈബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ്, നോബഡി ഈസ് ഗോയിങ് ടു ക്വസ്റ്റ്യൻ യു. അപ്പോൾ ഗൈസ് 18 മിനിറ്റായി. ഓക്കെ, 20 മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ക്രിസ്മസ് വിഷസ് ചെയ്യുന്നു. അടുത്ത മാസം എൻ്റെ പിറന്നാളാണ്. സോ ഐ എം റിയലി തിങ്കിങ് ദാറ്റ് എനിക്ക് എന്തെങ്കിലുമൊരു ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണമെന്നുണ്ട്. എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ആരെങ്കിലും എനിക്ക് മേടിച്ചു തരുമെന്ന് വിചാരിച്ചത് ഐഫോൺ. അങ്ങനെ ചാച്ചൻ എനിക്കത് മേടിച്ചു തന്നു. ഐ ഭയങ്കര ഹാപ്പി. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ മൊമെൻറ്റിൽ ഞാൻ ഒട്ടും ഇത് മേടിക്കാൻ പോകുന്ന മൊമെൻറ്റിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാനത് മേടിക്കാൻ പോകാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫോൺ ചാച്ചൻ മേടിച്ചു തന്നു. iPhone 60. വെരി ഹാപ്പി, കംപ്ലീറ്റ്ലി ഹാപ്പി. ഞാൻ എനിക്കായിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ നെക്സ്റ്റ് മന്ത് എന്തെങ്കിലും ക്രിസ്മസിന് പിറന്നാളിന് ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ കൊടുക്കും. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. വളരെ അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല. പൈസ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഈ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അത് കൊടുക്കുമെന്ന്. വലിയ ഗോൾഡൊന്നും അല്ല കേട്ടോ. ഗോൾഡൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ഇതുവരെ ഇട്ടിട്ടില്ല ഗോൾഡൊന്നും. അതുകൊണ്ട് എനിക്കത് ചേരുമോ ഇല്ലെന്ന് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പിയാണ്. കിട്ടിയാൽ കൊള്ളാം. ഈ ഗോൾഡിനേക്കാളും എനിക്കിഷ്ടം എനിക്ക് എമറാൾഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എമറാൾഡും ഡയമണ്ടും ആയിട്ടൊക്കെ വരുന്ന എന്തെങ്കിലും കോമ്പിനേഷൻ വരുന്ന ഒരു സാധനമായിരിക്കും എനിക്കിഷ്ടം. എനിക്ക് ഗോൾഡിനേക്കാളും ഇഷ്ടം അതാ. ദെൻ യെസ് ഗൈസ്, ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഈ മൊമെൻ്റ് മാറും ഓരോ ദിവസവും കയറി. അതിന് എക്സാമ്പിളാണ് 2025 തീർന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത്രയും കഴിഞ്ഞ മാസങ്ങളൊക്കെ യു എന്നും പറഞ്ഞിരുന്നില്ലേ. ഈ വർഷം തീർന്നു, അടുത്ത വർഷത്തിലോട്ട് പോവുക. ഡേ ബൈ ഡേ ബെറ്റർ ആകാൻ വേണ്ടി ശ്രമിക്കും. മെൻ്റലി ഫിസിക്കലി ബെറ്റർ ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ തോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാപ്പിനെസ് വിൽ കം ടു യു. നിങ്ങളെപ്പോഴും അയ്യോ എന്ന് പറഞ്ഞിരുന്ന നെഗറ്റീവ് എനർജി മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അഫ്കോഴ്സ് വിഷമിച്ചിരുന്നോ കരഞ്ഞോ, വെരി നോർമൽ തിങ്, ബട്ട് കം ഔട്ട് ഓഫ് ഫ്രം ഇറ്റ് വെരി സൂൺ. ഓക്കെ, ഏതോ ആരോ പറഞ്ഞുകൊണ്ട് ക്രൈ ഇറ്റ് ഔട്ട്. പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ പഠിക്കണം. ഓക്കെ, ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡിൽ ദെൻ ബൈ ഫ്രം പ്രവീൺ. എപ്പോഴും പറയുന്നുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഡു വാട്ട് യു ലവ് വാട്ട് യു ഡു. ഒരു പരിധി വരെ, ഒരു പ്രായം വരെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. ജീവിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ, ലവ് യു ഗൈസ്.